ഹലോ ഗൈസ്, ഹൈവേ യൂസേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. അപ്പോൾ നമ്മളൊരു പുതിയ വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ലോ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളുണ്ടോ. അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോ ബഡ്ജറ്റിലുള്ള ഒരു വാഹനം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് വാഹനങ്ങൾ ലോ ബഡ്ജറ്റിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ പരമാവധി എല്ലാ വീഡിയോസും ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ വാഹനത്തിൻ്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ എഞ്ചിൻ റൂം കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിലേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, ഹൈവേ യൂസേഴ്സ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പേജ്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2011 മോഡലാണ് വരുന്നത്. 12 രജിസ്റ്റർ ആണ് കേട്ടോ വാഹനം. ഷവർ ലൈറ്റിൻ്റെ BT LS ആണ് ഓപ്ഷൻ വരുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വാഹനത്തിന് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ എല്ലാ ഭാഗവും ക്ലിയർ ആണ്. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ അല്ല, ഞങ്ങൾ ഗ്യാരണ്ടി തരും കേട്ടോ അക്കാര്യത്തിൽ. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഡെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗവും ക്ലിയർ ആണ്. പെയിൻറ്റ് കറക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ വാഹനം റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ വെറും 51,000 കിലോമീറ്ററാണ് വാഹനം റൺ ചെയ്തിട്ടുള്ളത്. നിലവിൽ സിംഗിൾ RCയിലാണ് വാഹനം ഉള്ളത്. എല്ലാ ഭാഗവും ക്ലിയർ ആണ് കേട്ടോ. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങൾ തന്നെ വാഹനത്തിനൊന്നും നിലവിലൊന്നുമില്ല. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിലും പക്ക നീക്കാൻ ക്ലീനാന്ന് തന്നെ പറയാം. നിലവിൽ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇൻറ്റീരിയറിലും ഇല്ല കേട്ടോ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് പക്ക ക്വാളിറ്റിയിലാണ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് വണ്ടീൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്രൂവ് കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിലവിലൊരു ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമായതുകൊണ്ട് ഫുൾ കാണിക്കുന്നുണ്ട്. പുതിയ ബാറ്ററിയാണ് വാഹനത്തിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോണറ്റും കൂടെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് പക്ക കമ്പനി വന്ന പേസ്റ്റിംഗ് ആണ് ബോണറ്റിനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ്, നമ്മൾ ദൂരെ വരുന്നതല്ലേ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ഭാഗവും ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ എല്ലാ ഭാഗവും കാണിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എഞ്ചിൻ റൂമിന്. അപ്പോൾ ഒരു ഇതാണ് എഞ്ചിൻ്റെ എല്ലാ ഭാഗവും ഞാൻ കറക്റ്റ് വ്യക്തമായിട്ട് തന്നെ കാണിക്കേണ്ട. ഒരു തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കി പേപ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 2012 ജനുവരിയിലാണ് രജിസ്ട്രേഷൻ വാഹനത്തിന് വന്നിട്ടുള്ളത്. ഫിറ്റ്നസ് 2027 വരെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇൻഷുറൻസ് 2024 ജൂൺ 16 ഇൻഷുറൻസ് കാര്യങ്ങൾ വരുന്നത്. ടാക്സിൻ്റെ കാര്യം കൂടെ പറയാം. സെപ്റ്റംബർ 2026 കേട്ടോ ടാക്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം. നമ്മുടെ നമ്പർ ആ സ്ക്രീനിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് വയനാടാണ്, വടുവഞ്ചാലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് ഇറങ്ങിയ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പൂർണ്ണ സപ്പോർട്ട് കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ പരമാവധി നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം.